എൻ്റെ പേര് റോബിൻ ജോസ്. ഞാൻ കോട്ടയം ജില്ലയിൽ എരുമേലിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2020 ജനുവരി 16 ആയിരുന്നു. ഞങ്ങൾക്ക് 6 നിയമങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചിരുന്നു. അതിൽ ആദ്യത്തേത് ഞങ്ങൾക്ക് 8 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ മാതാവിനോട് ഞങ്ങൾ ദൈവം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 8 വർഷം കൂടി ഞങ്ങൾക്കൂടെ ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ദൈവമാതാവിനോട് നന്ദി പറയുന്നു. രണ്ടാമത്തെ നിയോഗം, എനിക്ക് അലർജി രോഗങ്ങളുണ്ടായിരുന്നു. കാലിൽ മൊത്തം ചൊറിച്ചിലും അസ്വസ്ഥതകളുമായിരുന്നു. മാതാവിൻ്റെ തൈലവും ഉപ്പും കൂടെ കാലിൽ പുരട്ടിയപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ട് അസുഖങ്ങൾ മാറിക്കിട്ടി. അതിന് ദൈവമാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്ഥലം വാങ്ങാൻ വേണ്ടിയായിരുന്നു. ആദ്യമൊക്കെ പോയി കുറേ സ്ഥലം കണ്ടെങ്കിലും ഒന്നും ശരിയായില്ല. രണ്ടാമത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവമാതാവ് 10 സെൻറ്റ് സ്ഥലം നൽകി. ഉടമ്പടി എടുത്തതിന് ശേഷം 10 സെൻറ്റ് സ്ഥലം നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതിന് കോടാനുകൂടി നന്ദി പറയും മാതാവിനോട്. നാലാമതായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ പൈശാചിക ബന്ധനങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാത്തിനും വിടുതൽ നൽകിയ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുമായിരുന്നു. അതിനുശേഷം യൂട്യൂബിൽ അതിലെ ധ്യാനങ്ങളെല്ലാം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ പാവങ്ങളെ കുറേയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 3 34 തിരുവചനം പറയുന്നു: നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. ദൈവമായ കർത്താവ് നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളത്. ദൈവം നമ്മെ പരിപാലിക്കുമ്പോൾ നമുക്കുള്ള പ്രത്യുത്തരമാണ് നാം ദൈവത്തിന് വേണ്ടി മിന്നിത്തിളങ്ങുന്നു എന്നുള്ളത്. നക്ഷത്രങ്ങൾ തങ്ങളെ വിളിച്ചപ്പോൾ അവർ മിന്നിത്തിളങ്ങി എന്നാണ് ബാറൂക്ക് പ്രവാചകൻ പറയുന്നത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിന് വേണ്ടി മിന്നിത്തിളങ്ങാനും ദൈവത്തിന് മഹത്വം നൽകുവാനും വേണ്ടിയാണ് നാം ഓരോരുത്തരുടെയും മനോഹരമായ ജീവിതങ്ങൾ. ഇവിടെ റോബിൻ ജോസ് തൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള അമിതമായ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു ദൈവത്തോട്. അവർക്ക് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളിലായിരുന്നു. കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വലിയ സന്താന ഭാഗ്യം നൽകി അവരെ അനുഗ്രഹിച്ചു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. ഉടമ്പടിയിൽ ആയിരിക്കുന്നവർ വളരെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ഈശോയോടുള്ള വിശ്വസ്തത പാലിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് തൻ്റെ മകനു വേണ്ടി അവർ ജീവിക്കുന്നുവെന്ന് നാം സാക്ഷ്യപ്പെടുത്തുകയും നമ്മുടെ വിശ്വസ്തത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശോ നമ്മിലേക്ക് ഇടപെടുന്നത്. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ജോസഫ് അച്ഛനെ ഒരു ആരാധന മധ്യേ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്നാണ്. അതേ കഴിഞ്ഞ് ഉടനെ തന്നെ അതിദാരുണമായ ദുരന്തങ്ങളാണ് നമ്മുടെ ഈ നാട്ടിലുണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാകുന്ന കഷ്ടങ്ങളും സ്നേഹക്കുറവുകളുമെല്ലാം ദുരന്തങ്ങളാണെന്ന് നാം തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന എല്ലാ മധ്യസ്ഥങ്ങളെയും നമുക്ക് ഓർത്ത് നന്ദി പറയാം. റോബിൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. തൻ്റെ കുടുംബത്തിൽ വന്നു ചേർന്ന ഒരു പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പോലും പരിശുദ്ധ അമ്മ അവരെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. 8 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന ഒരു അലർജി രോഗം പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് അമ്മ ക്ലോക്ക് പിടിച്ചുകൊണ്ട്, ഒരു സമയഘടികാരം പിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും സാക്ഷിയായി നമുക്ക് വേണ്ടി ഈശോയുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം. എത്ര വലിയ പഴയ രോഗങ്ങളായാലും ദുരന്തങ്ങളായാലും കഷ്ടതകളായാലും കടബാധ്യതകളായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി എന്നാണ് അമ്മ ഓരോ സാക്ഷ്യത്തിലും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റോബിൻ ജോസിൻ്റെയും ജീവിത പങ്കാളിയുടെയും ഈ മനോഹരമായ സാക്ഷ്യത്തിന് നമുക്ക് വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിക്കാം.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.